നമ്മൾ നമ്മളെ നോക്കുക. മറ്റൊരാളെ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ നമ്മൾ നമ്മളെ നോക്കുക. അവിടെ നമ്മളെ വിധി കൽപ്പിക്കരുത്. അവിടെ ചിന്തകൾ വരുന്നു, വികാരങ്ങൾ വരുന്നു, അതിനെ നമ്മൾ നോക്കുക മാത്രം ചെയ്യുന്നു. ഇനി നമുക്ക് ആ ചിന്തകളും വികാരങ്ങളും ചില സമയത്ത് വേദനകൾ സൃഷ്ടിക്കും. നമ്മൾ ആ വേദനകളെ പൂർണ്ണമായിട്ടും നോക്കുന്നു. നമ്മൾ ഇരിക്കുകയാണെന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവുക. വേറൊരാൾ ഇരിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത് അതേപോലെ നമ്മൾ ഇരിക്കുന്നത് നോക്കുന്നു. അതേപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വേറൊരാൾ എങ്ങനെയാണോ ആഹാരം കഴിക്കുന്നത് നോക്കുന്നത് അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മളെ നോക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലും പുറത്തും നടക്കുന്ന എന്താണോ അതിനെ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. ആ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നുണ്ട്. പക്ഷെ ശാന്തത വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശാന്തിയെ ശ്രദ്ധിക്കുക മാത്രം നമ്മൾ ചെയ്യുന്നു. വേദന വരുമ്പോൾ ആ വേദനയെ ശ്രദ്ധിക്കുന്നു. ചില സാഹചര്യങ്ങൾ കോപം, വെറുപ്പ്, വിദ്വേഷം ഒക്കെ നമുക്ക് വരാം. പക്ഷെ അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാഴ്ചക്കാരനായിട്ട് ശ്രദ്ധിക്കുന്നു. കാഴ്ചക്കാരനായിട്ട് നമ്മൾ അതിനെ നോക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബന്ധനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയായ ഒരു സ്വാതന്ത്ര്യം, ആ സമാധാനം, ശാന്തി അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇപ്പോഴ് നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ മനസ്സ്, അതിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, വികാരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ശ്രദ്ധ വരുമ്പോൾ തന്നെ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റ്സിൽ ഈ നിമിഷത്തിൽ ആയി. അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ശാന്തി, സമാധാനം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അനുഭവിക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ കാലവും ഭാവി കാലവും ആ സമയത്ത് വന്നിട്ട് നമ്മളെ ശല്യപ്പെടുത്തില്ല. അങ്ങനെ ഈ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ